ഹേ അലക്സ, വാട്ട് ഈസ് ഇൻസ്റ്റാഗ്രാം? ഉപ്പ ഉറങ്ങുന്നുണ്ടാവും വീട്ടില്. പോയിട്ട് തോണ്ടി വിളിക്കാം. ഉപ്പാനോട് ചോദിക്കും. Sorry, my mistake. Hey ChatGPT, what is Instagram? Instagram is indeed a popular social networking app that facilitates social interactions. Social interactions? ഞാൻ കാണിച്ചുതരാം ഇവന്റെ സോഷ്യൽ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്. എന്നതാടാ ഇത്? മഴവില്ലോ? സത്യത്തിൽ ഇവരാരും ഇൻസ്റ്റാഗ്രാമിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞു തരില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഇൻസ്റ്റാഗ്രാം ഇന്നത്തെ ജനറേഷൻ ഗേൾസ് ചന്തയുടെ വലിപ്പം കാണിക്കാൻ യൂസ് ചെയ്യുന്ന 60 വയസ്സായ അമ്മാവത് 2ാം ക്ലാസ് പഠിക്കുന്ന ടിങ്കുമോനടക്കം തന്റെ പ്രണയനെ തപ്പി നടക്കുന്ന. ഇവിടെ ചില ഗേൾസിന്റെ ബയോയിൽ തന്നെ ഡുവൽ ഡൈഡി സിൻഡ്രോമത്തിന്റെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. മൈ ലവ്, മൈ ഹസ്ബൻഡ്, ക്രിക്കറ്റ് ലവർ, ഫേവറേറ്റ് ക്രിക്കറ്റർ റൊണാൾഡോ. You are single and proud virgin, 100%, but doctor called me mummy. ഇവരുടെ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല. ഇവിടെ ചന്തയെ ഇഷ്ടപ്പെട്ടതിൽ ഫേമസ് ആയ ഗേൾസും ഉണ്ട്, ചന്തയിൽ കൈയിട്ട് ഫേമസ് ആയ ഗേൾസും ഉണ്ട്. റൈമിംഗ് വേർഡ്സിൽ അവർ കില്ലാടി തന്നെ. വേണ്ട ബ്രൂട്ടോ, റാപ്പ് പാടരുത്. ഗേൾസ് കുണ്ടി ഫെയിം, കുണ്ടി ഇഷ്ടപ്പെട്ട ഫെയിം, കുണ്ടി ആട്ടിയ ഫെയിം, ബ്രാഗാട്ടിയ സെലിബ്രിറ്റി ഫെയിം. പക്ഷേ ഈ ആപ്പിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ബോയ്സ് ആണ്. ചില ആളുകൾ തലകുത്തി ഒന്ന് പുഷപ്പെടുക്കും, ചില ആളുകൾ ബിക്കിനി ഇട്ട് നടക്കും, ചില ആളുകൾ ബിക്കിനി ഇട്ട ഫെയിം, സത്ത പോലെ കടന്ന ഫെയിം. ഇനി ഈ പാട്ടിയായി എനിക്ക് എല്ലോ സൈൻ കിട്ടും. അതുകൊണ്ട് നീ പാട്ട് താങ്ക്സ് യാ. ഈ ആപ്പിനെ റോസ്റ്റ് ചെയ്യണ മുമ്പ് നമ്മളെല്ലാവരും ഈ ആപ്പിന്റെ ഒറിജിൻ സ്റ്റോറി അറിഞ്ഞിരിക്കും. പണ്ട് ഞണ്ട് മുണ്ടെടുക്കുന്ന കാലത്ത് ഫ്ലാഷ് ബാക്ക്. അന്ന് ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ അവന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് അവൻ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ആപ്പിൾ വന്ന് അവന്റെ തലയിൽ വീണില്ല, കാക്ക കൊത്തിക്കൊണ്ടുപോയി, പകരം കാട്ടമാണ് വീണത്. അപ്പോഴാണ് അവന്റെ തലച്ചോറിൽ അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ ഐഡിയ വന്നത്. അന്ന് രാത്രി ആ ഐഡിയ അവന്റെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്തു. എടാ മൈക്കേ, നമുക്ക് ഈ ഫേസ്ബുക്കിന് കോപ്പി അടിച്ച ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിന് വിറ്റാലോ? എടാ മേട്ട് കണ്ണ, സക്കർ എന്ന് പേര് മാത്രമേ ഉള്ളൂ, അവന് ഭയങ്കര ബുദ്ധിയാടാ. എടാ കേടിയാ, നമുക്ക് പേരും ലോഗൊക്കെ മാറ്റാം, പിന്നെ പണക്കാരന് മാത്രം വേണ്ടി ഒരു ബ്ലൂടൂത്ത് കൂടി കൊടുക്കാന്നേ, കണ്ടുപിടിക്കില്ലടേ. അത് നല്ല ഐഡിയടാ, ഒരു 5 മിനിറ്റ് തന്നേടാ, ഇപ്പൊ ഉണ്ടാക്കി തരാം. ഫേസ്ബുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും കട്ട് കോപ്പി പേസ്റ്റ് അടിച്ച് അവരുണ്ടാക്കി ഇൻസ്റ്റാഗ്രാം. ലിറ്ററലി ഈ ആപ്പ് സക്കർബർഗർ അണ്ണൻ തന്നെ $1 ബില്യൺ കൊടുത്ത് വാങ്ങി. അറിഞ്ഞിട്ട വേറെ സക്കർ. $1 ബില്യൺ കൊടുത്ത് വാങ്ങിയിട്ട് മുതൽ മുടക്ക് എടുക്കാൻ പറ്റാണ്ടായപ്പോ അണ്ണൻ ഇപ്പൊ ബ്ലൂടൂത്ത് 699 രൂപയ്ക്ക് നാപ്റ്റോളിനെ പോലെ എല്ലാവർക്കും കൊടുക്കാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തൂറി എറിയുന്ന പോലെയാണ് ബ്ലൂടൂത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏത് ചപ്പറയ്ക്ക് സെലിബ്രിറ്റി ആവാൻ പറ്റും പൈസ ഉണ്ടെങ്കിൽ. എന്നിട്ട് ബ്ലൂട്ടോ നീ എന്താ വാങ്ങാത്തത് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്തിനാണ് ഗൈസ് ബ്ലൂടൂത്ത് 699 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? 699 ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 699 എന്തൊക്കെ ചെയ്യാം. 699 എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താ ഗൈസ്, വീഡിയോട്ട് പോകുമ്പോൾ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഫോറോബെറ്റ് ഈ വീഡിയോയുടെ സ്പോൺസറാണ്. ഇതൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ദി ഏവിയേറ്റർ ഗെയിം പോലെയുള്ള ഒരുപാട് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയും. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ വെൽക്കം ബോണസായി 200% വരെ കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. എന്തായാലും ദി ഏവിയേറ്റർ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതിലൊരു 3000 ഇട്ടിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പാവുന്നതിനനുസരിച്ച് പൈസ കൂടും ഗൈസ്. ഓക്കെ, നമുക്ക് 1.72x എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത റൗണ്ട് നമുക്ക് വീണ്ടും 3000 ഇട്ട് നോക്കാം. ഓക്കെ, ഇതിൽ കൂടുന്നുണ്ടെന്ന് കാണിക്കും. നമുക്ക് നോക്കാം എത്ര വരെ കൂടുന്നുണ്ട്. ഓ ഗായ്സ്, ഇപ്രാവശ്യം നമുക്ക് 27K കിട്ടിയെന്നാണ് അതിൽ കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വിഡ്രോ ചെയ്ത് എടുക്കാനും പറ്റും. സോ താല്പര്യമുള്ളവർ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കൂടി നടത്തി നോക്കി കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആ പെണ്ണ് മാത്രമാണ് കുഴിമന്തി കിട്ടുന്ന സാലത്തെ പോലെ എല്ലാവരും ആ ചെറുക്കനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അവിടെ ഒരു ബോയ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഹി ഹാസ് ഇൻവിസിബിൾ പവർ. ലൈഫ് അഡ്വൈസ് ടൈം. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രോബ്ലംസിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ജസ്റ്റ് യു ഇഗ്നോർ ദ ബോയ് ഇൻ ദിസ് വീഡിയോ. உண்மையாவே லவ் பண்ணிருக்கேன். நிறைய லவ் பார்த்தவனா, ஆனா ஒரு லவ் മൂഞ്ചിൽ ആണി അടിച്ച് വെച്ചെറിച്ചു. ഗൈസ്, തമിഴ്നാട്ടിലുള്ള പുള്ളിങ്ങൻസ് ഒക്കെ ഇപ്പൊ മുഖത്ത് കമ്പി അടിച്ച് നടക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിൽ ഫുള്ള് ഇപ്പൊ കമ്പി പയ്യന്മാരാണ്. എന്നിട്ട് ഇവന്മാർക്ക് അവിടെയുള്ള പെണ്ണുങ്ങളെയൊന്നും പറ്റില്ല. ഇവന്മാർക്ക് കേരള പെണ്ണുങ്ങളെ തന്നെ ഏതെങ്കിലും ഒരു ഗേൾസ് ഈ എക്സ്പെരിമെന്റ് ട്രൈ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെന്റർ ഫ്രഷിന്റെ പരസ്യം ഒന്ന് ആലോചിച്ച് നോക്കും. കല്യാണം കഴിഞ്ഞ് അവൻ ആ ആണിയും വെച്ചിട്ടായിരിക്കും.
എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ ബോർ അടിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് കുസൃതി ചോദ്യം 001 1000 രൂപയുടെ ചോദ്യം ഇതാ. ക്രിക്കറ്റ് നന്നായി ബാറ്റിംഗ് ചെയ്യുന്നവരെ എന്താണ് പറയുന്നത്? ബാറ്റിംഗ് മാസ്റ്റർ അല്ലേ? അല്ല, മാസ്റ്റർ ബാറ്റർ. ഈ ചളിക്ക് ഞങ്ങൾ ചിരിക്കണായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ഗോയിങ് ടു കൊറിയ. ഇതെന്താ പുതിയ ലവിന്റെ സിമ്പിളാണ്? 2020 ലവിന്റെ സിമ്പിൾ ഇങ്ങനെയായിരുന്നു, പിന്നെ 21 അവർ ഇങ്ങനെയാക്കി, 22 ഇങ്ങനെയാക്കി, 23 ഇങ്ങനെയാണ്. ഗൈസ്, ഇവർ വീണ്ടും നമ്മളെ പറ്റി. ഇനി ഇവിടെ നിന്നോ ശരിയാവില്ല. ബാക്ക് ടു ഇന്ത്യ. കേരളത്തിൽ റീൽസ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, പോലീസുകാരെ മുതൽ കുടുംബശ്രീക്കാർ വരെ ഇന്നത്തെ കാലത്ത് റീൽ എടുക്കാറുണ്ട്. അതൊരു കണക്കിന് നല്ലത് തന്നെയാണ്, കാരണം നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് കണ്ടന്റ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒരുപാട് പേര് പൊട്ടത്തരം കാണിച്ച് പിന്നീട് സ്റ്റാർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാറിനെ ഞാൻ കാണിച്ചു തരാം. ഗ്യാങ്ങുമായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഞാൻ ഒറ്റയ്ക്ക് മോണിസ്റ്റാർ. മോർണിംഗ് സ്റ്റാർ. ഇൻട്രോ ഡയലോഗ് കൊള്ളാം, നല്ല മാസായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോക്കണ്ട അത്ര വരില്ലാട്ടാ. ഹലോ, ഞാൻ കോക്ക്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ അങ്ങനെയുണ്ടെങ്കിൽ താഴെ കമന്റും കൂടി ചെയ്യുക. ഞാൻ ഒരുപാട് ലെങ്തി ആക്കണമെന്ന് വിചാരിച്ചാണ്, ബട്ട് ഒന്നും നടന്നില്ല ഗൈസ്. പിന്നെ ഒരുപാട് പേർക്ക് അറിയുക കൂടിയില്ല, എനിക്കൊരു ഗെയിമിംഗ് ചാനൽ കൂടിയുണ്ട്. അതിൽ ഞാൻ വാലറന്റ് EXE പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.